ഹായ് ഗൈസ്, ക്ലിയർ 2025 സീരീസിന്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഏതൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോഴും ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ആ എക്സാമിന്റെ സിലബസിനെ പറ്റിയാണ്. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആ എക്സാമിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യ പേപ്പറുകൾ അനലൈസ് ചെയ്യുക, പരിശോധിക്കുക എന്നൊരു കാര്യമാണ്. ഇപ്പോൾ ക്ലീ 2025 പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ സിലബസിനെ പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ 2024 സിലബസ് പരിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു. സബ്ജക്ട്സിനൊന്നും മാറ്റമില്ല, ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്, മാർക്കിംഗ് പാറ്റേൺ ഡിഫറൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും കണ്ടു എന്ന് വിചാരിച്ച് കാണാത്തവരുണ്ടെങ്കിൽ ആ സിലബസ് വീഡിയോ പോയി കാണാം. ഈ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ വർഷത്തെ 2024 ക്ലീ 3 ഇയർ LLBയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്നുള്ളൊരു ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഞാൻ 5 ഇയറിന്റെ ഒരു വീഡിയോ ചെയ്തു, 5 ഇയർ LLBയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസിങ് വീഡിയോ ചെയ്തു. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണാം. ഇത് ഞാൻ എക്സ്ക്ലൂസീവ്ലി ഫോർ 3 ഇയർ LLB സ്റ്റുഡൻസ്, ഈ വർഷത്തെ ക്ലീ 2020 3 ഇയർ LLB എൻട്രൻസ് ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടി കഴിഞ്ഞ വർഷത്തെ 3 ഇയർ LLB ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളൊന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ ഭാഗങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്യണം, എവിടെ നിന്നൊക്കെ എങ്ങനെ പഠിക്കണം, നമ്മുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ സ്റ്റഡി അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, സ്ട്രാറ്റജൈസ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു എൻട്രൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് അബൌട്ട് നോളേജ് മാത്രമല്ല ടെസ്റ്റ് ചെയ്യപ്പെടും, നമ്മുടെ സ്കില്ല്, ടൈം മാനേജ്മെന്റ്, ഓക്കെ, നമ്മുടെ എല്ലാം ടെസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എൻട്രൻസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് അതിൻ്റെതായ രീതിയിൽ ട്രീറ്റ് ചെയ്യാം. ഡിഗ്രി പരീക്ഷ പോലെ +2 പരീക്ഷ പോലെ അല്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. നമുക്ക് കഴിഞ്ഞ വർഷത്തെ 3 ഇയർ LLB ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം, എങ്ങനെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്, അങ്ങനത്തെ കാര്യങ്ങൾ അനലൈസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഈ വർഷം പ്രിപ്പയർ ചെയ്യുമ്പോൾ എവിടെ നിന്നൊക്കെയാണ് നോക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ എക്സാം നടന്നത് 18/8, 5 ഇയറിന്റെ LLB എൻട്രൻസ് നടന്ന അതേ ദിവസം തന്നെയാണ് 3 ഇയർ LLB എൻട്രൻസ് ഡേറ്റ് നടന്നത്. ഈ വർഷം ഞാൻ പറഞ്ഞില്ലേ, മിക്കതും ഈ ഒരു ഡേറ്റ് തന്നെ ഈ ഒരു ഓഗസ്റ്റ് 2nd വീക്ക് ആയിരിക്കും, ചിലപ്പോൾ അതിന് നേരത്തെ ആയിരിക്കും. എന്തായാലും ഓഗസ്റ്റ് 2nd വീക്ക് വിട്ട് അങ്ങോട്ട് പോകില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ ഇൻകറക്ട്ലി സ്പെൽഡ് വേർഡ്. 4 വേർഡ്സ് തന്നിട്ടുണ്ട്, അതിലെ തെറ്റായിട്ടുള്ള സ്പെല്ലിംഗ് ഉള്ള വാക്ക് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ചോദ്യവും അങ്ങനെ തന്നെയാണ്, സെക്കൻഡ് ക്വസ്റ്റ്യനും അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അപ്പോൾ ഇതിൽ 4 വേർഡ്സ് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ 3 ഓപ്ഷൻസും കറക്റ്റ് സ്പെല്ലിംഗ് ആയിരിക്കും. ഓരോ ഓപ്ഷൻ എന്ത് ചെയ്യും, തെറ്റായ സ്പെല്ലിങ്ങിൽ അത് കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ കറക്റ്റ് സ്പെല്ലിങ്ങിൻ്റെ ഭാഗത്തുനിന്ന് തന്നു. അപ്പോൾ ഞാൻ 5 ഇയർ LLBയുടെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ കറക്റ്റ് സ്പെല്ലിംഗ് ഭാഗത്തുനിന്ന് വരുന്ന ഈ 2 ചോദ്യങ്ങൾ കൗണ്ടർ ചെയ്യണമെങ്കിൽ ഇതിനു വേണ്ടി പ്രിപ്പയർ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഡെയിലി ഒരു 5 വേർഡ്സ്, 5 മിനിമം പറഞ്ഞാൽ 5 കൂടുതൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, അത്ര നല്ലത്. ഒരു 5 വേർഡ്സ് ഡിക്ഷണറി മറച്ചു നോക്കി ഒരു 5 കൺഫ്യൂസിങ് ആയിട്ടുള്ള സ്പെല്ലിംഗ് ഉള്ള വാക്കുകൾ നിങ്ങൾ കണ്ടെത്തി നിങ്ങൾ എന്ത് എഴുതി പഠിക്കുക. ഓക്കെ, അങ്ങനെ ഡെയിലി ബേസിൽ, ഡേ ആൻഡ് ഡേ ബേസിസിൽ നിങ്ങൾ ചെയ്യുക. ഡെയിലി റൊട്ടീൻ പോലെ ഡെയിലി ഒരു 5 വാക്ക് ഡിക്ഷണറിയിൽ നിന്ന് എടുത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ അതിൻ്റെ സ്പെല്ലിംഗ് പഠിക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥവും കൂടെ പഠിച്ചു വെക്കുകയാണെങ്കിൽ നല്ലതാണ്. ഓക്കെ, പഠിക്കാൻ പ്രത്യേക കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഇംഗ്ലീഷിലായിരിക്കും, മലയാളത്തിലല്ല നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ മാക്സിമം ഇംഗ്ലീഷിൽ പഠിച്ചു പോകുക. അത് പ്രിപ്പറേഷൻ ടൈമിൽ പോലും പരമാവധി ഇംഗ്ലീഷ് വേർഡ്സ് യൂസ് ചെയ്ത് പഠിച്ചു പോകുക. നിങ്ങൾ കാര്യങ്ങൾ വേണേൽ മലയാളത്തിൽ മനസ്സിലാക്കി വെച്ചോ, എഴുതുമ്പോഴായാലും പഠിക്കുമ്പോഴായാലും കറക്റ്റായിട്ട് ഫുള്ളായിട്ട് ഇംഗ്ലീഷ് യൂസ് ചെയ്ത് പഠിക്കുക. കാരണം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷ് മാത്രമേ കിട്ടുള്ളൂ, മലയാളത്തിലാവും. മാക്സിമം ഇംഗ്ലീഷിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇൻകറക്ട്ലി സ്പെൽഡ് നിന്ന് 2 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 3ാമത്തെ ചോദ്യം നോക്കാം. ഫൈൻഡ് ഔട്ട് എ വേർഡ് വിച്ച് ഈസ് നിയറസ്റ്റ് ടു ദ ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു ദ വേർഡ് ഗിവൺ ഇൻ ക്യാപിറ്റൽസ്. ഈ ക്യാപിറ്റൽസ് തന്നിരിക്കുന്ന ഈ വാക്ക് ഇതിൻ്റെ മീനിങ്ങിനോട് നേരെ ഓപ്പോസിറ്റ് ഉള്ള വേർഡ് ഏതാണ് ഈ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് കണ്ടെത്തണം. നമ്മുടെ മലയാളത്തിൽ വിപരീത പദം എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷിലെ ആന്റണിംസ് ഭാഗത്തുനിന്ന് വരുന്ന ചോദ്യമാണിത്. അപ്പോൾ ഈ 3ാമത്തെ ക്വസ്റ്റ്യനും 4ാമത്തെ ക്വസ്റ്റ്യനും 5ാമത്തെ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ 5ാമത്തെ ക്വസ്റ്റ്യനും ഒക്കെ എന്താണ്, ആന്റണിംസ് ഭാഗത്തുനിന്ന് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ആന്റണിംസ് പഠിക്കാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഡെയിലി ഒരു 4ഓ 5ഓ ആന്റണിംസ്, ഓക്കെ, ആന്റണിംസ് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, ഇനി ആന്റണിംസ് എവിടെ നിന്ന് കിട്ടും, നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അതുപോലെ ഇനി നിങ്ങൾക്ക് ഒരു സ്റ്റഡി മെറ്റീരിയൽ വേണമെങ്കിൽ ഞാൻ എൻ്റെ ചാനലിലൂടെ സ്റ്റഡി മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്ത് ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ പറയുക, എന്നെ കോൺടാക്ട് ചെയ്ത് DM ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് അയച്ചു തരാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയുള്ളവർ എൻ്റെ ഡിസ്ക്രിപ്ഷനിലെ ഡീറ്റെയിൽസ് എല്ലാം കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെസ്സേജ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ആന്റണിംസ് ഭാഗത്തുനിന്ന് 3 ചോദ്യങ്ങൾ വന്നു. നമുക്ക് 6ാമത്തെ ചോദ്യം നോക്കാം. ഫൈൻഡ് ഔട്ട് എ വേർഡ് വിച്ച് ഈസ് നിയറസ്റ്റ് ഇൻ മീനിങ് ടു ദ വേർഡ് ഗിവൺ ഇൻ ക്യാപിറ്റൽസ്. ഈ ക്യാപിറ്റൽസിൽ തന്നിട്ടുള്ള ഈ വാക്കിൻ്റെ അർത്ഥത്തിനോട് നിയറസ്റ്റ് മീനിങ് ഉള്ള വാക്ക്
അതായത് മലയാളത്തിൽ പര്യായപദം. നിങ്ങൾ ഒരു എൻട്രൻസ് എഴുതുമ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ആ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ എന്നുള്ളത്. 1-2 തവണ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുള്ളൂ. ഇവിടെ എന്താ ചോദിക്കുന്നത്? ഫൈൻഡ് ഔട്ട് എ വേർഡ് വിച്ച് ഈസ് നിയറസ്റ്റ് ഇൻ മീനിങ് ടു ദ വേർഡ് ഗിവൺ ഇൻ ക്യാപിറ്റൽസ്. അപ്പോൾ ഇത് നിയറസ്റ്റ് ഇൻ മീനിങ് ആണോ ഓപ്പോസിറ്റ് മീനിങ് ആണോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഹെഡ് കൃത്യമായിട്ട് വായിക്കണം. 1-2 തവണ ക്വസ്റ്റ്യൻ ഹെഡ് വായിച്ച് ആ ക്വസ്റ്റ്യൻ എന്താണ് ചോദിക്കുന്നതെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ ഓപ്ഷൻസിലേക്ക് നിങ്ങൾ പോകാൻ പറ്റൂ. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നെഗറ്റീവ് മാർക്സ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് നിങ്ങൾ നോക്കി കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ സിനോണിംസ് ഭാഗത്തുനിന്ന് വരുന്ന ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യനും സിനോണിംസ് ഭാഗത്തു നിന്നാണ്. അടുത്തതും സിനോണിംസ് ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യമാണ്. ഇനി നമുക്ക് 9ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. കൺവേർട്ട് ദ ഗിവൺ സെന്റൻസ് ഇൻ ഇൻഡയറക്റ്റ് സ്പീച്ച്. ആ ഒരു സെന്റൻസ് തന്നിട്ടുണ്ട്, അത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം. അങ്ങനെ ഒരു 9ഉം 10ഉം എന്താ പറയുക ആകെ ഭാഗത്തു നിന്ന് വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ 11ാമത്തെ ചോദ്യം നോക്കാം നമുക്ക്. കൺവേർട്ട് ദ ഗിവൺ സെന്റൻസ് ഇൻ ടു ഡയറക്റ്റ് സ്പീച്ച്. ഒരു സെന്റൻസ് തന്നിട്ടുണ്ട്, അത് ഇൻഡയറക്റ്റിലാണ്, അത് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒരു സെന്റൻസ് തന്ന് ഒരു ഡയറക്റ്റ് സെന്റൻസ് തന്നിട്ട് അത് ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കാനും ക്വസ്റ്റ്യൻ വരും. അതുപോലെ തന്നെ ഒരു സെന്റൻസ് തന്നിട്ട് ഡയറക്റ്റ് സ്പീച്ച് ആക്കാനുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ 11ഉം 12ഉം ഓക്കെ 11ാമത്തെ ക്വസ്റ്റ്യൻ അങ്ങനെ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ അതാണ് ചോദിക്കുക, ക്വസ്റ്റ്യൻ ഹെഡ് കൃത്യമായിട്ട് ഇവിടെ എന്താ ചോദിക്കുന്നത്, കൺവേർട്ട് ദ ഗിവൺ സെന്റൻസ് ഇൻ ടു ഡയറക്റ്റ് സ്പീച്ച് ആണ്. ഓക്കെ, ഡയറക്റ്റ് സ്പീച്ച് ആണ്. ഇതിന്റെ മേളത്തെ ക്വസ്റ്റ്യൻ എന്തായി പറയുന്നത്, കൺവേർട്ട് ദ ഗിവൺ സെന്റൻസ് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച് ആണ്. അപ്പോൾ സെന്റൻസ് ആ ക്വസ്റ്റ്യൻ ഹെഡ് കൃത്യമായിട്ട് വായിക്കണം എന്നുള്ളൊരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഈ 2 ചോദ്യങ്ങൾ. ഒരുമിച്ച് വരുമ്പോൾ നിങ്ങൾ വിചാരിക്കും അവിടെ തന്നെ ചോദിക്കുന്നതാണ് ഇവിടെ അല്ല. കണ്ട, ക്വസ്റ്റ്യൻ ഹെഡ്സ് കൃത്യമായിട്ട് വായിച്ച് പഠിക്കണം, വായിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റൂ. അത് ഇപ്പോഴേ നിങ്ങൾ ശീലിച്ചു പോകും. ഓക്കെ, നമുക്ക് 12ാമത്തെ ചോദ്യം നോക്കാം. ഐഡന്റിഫൈ ദ മീനിങ് ഓഫ് ഇഡിയം ഓർ ഫ്രേസസ് ഗിവൺ ഇൻ ക്യാപിറ്റൽസ് ഇൻ ദ സെന്റൻസ്. ഈ സെന്റൻസിലെ ക്യാപിറ്റൽസ് തന്നിട്ടുള്ള അത് ഏത് ഭാഗമാണ്, അത് ഇതാണ്. ഈ ക്യാപിറ്റൽസ് തന്നിട്ടുള്ള ഈ ത്രൂ തിക്ക് ആൻഡ് തിൻ, ഓക്കെ, അതൊരു ഇഡിയമാണ്. അതിന്റെ അർത്ഥം എന്താണ്? ഓക്കെ, അത് ഈ ഓപ്ഷൻസിൽ കൊടുക്കുന്നത് അത് കണ്ടത്. അപ്പോൾ ഇഡിയം ആൻഡ് ഫ്രേസസ് എന്ന് എന്ത് ചെയ്യുന്നുണ്ട് ചോദ്യങ്ങളിൽ. അപ്പോൾ ഡെയിലി ഒരു 4-5 ഇഡിയംസ് ആൻഡ് ഫ്രേസസ് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് നിങ്ങൾ പഠിക്കുക. ഞാൻ പറഞ്ഞു ഇതൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും, വളരെ ചെറുതായിട്ട് തോന്നും. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് സ്പെല്ലിങ്ങിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് വരും. 3 × 3 9 മാർക്കാണ്. അപ്പോൾ ഡെയിലി ഡിക്ഷണറി നോക്കി 5 വാക്കൊക്കെ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സാർ അത് ബുദ്ധിമുട്ടല്ലേ? അത് 9 മാർക്കല്ലേ ഉള്ളൂ ഗൈസ്. 9 മാർക്ക് ഒരു മാർക്ക് തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഓരോ മാർക്കിന്റെ വിലയും മനസ്സിലാക്കുന്ന ഒരു പോയിന്റ് നിങ്ങൾ എത്തും. അപ്പോൾ നമ്മളെപ്പോഴും പലതുള്ളി പെരുവെള്ളം അല്ലെങ്കിൽ അത് നമ്മൾ പറയില്ലേ, ഓക്കെ, ചെറിയ ചെറിയ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. സ്മോൾ തിങ്സ് മേക്സ് ബിഗ് ഡിഫറൻസ് അല്ലേ. ചെറിയ ചെറിയ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തേ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരുപാട് സക്സസ് ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, 13ാമത്തെ ചോദ്യം അതും ഇഡിയംസ് ആൻഡ് ഫ്രേസസിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യമാണ്. 14ഉം അത് തന്നെയാണ്, ഇഡിയംസ് ആൻഡ് ഫ്രേസ് ആണ്. ഓക്കെ, 15 എന്താണ്, പിക്ക് ഔട്ട് ദ ബെസ്റ്റ് ഫില്ലർ വിച്ച് ക്യാൻ കംപ്ലീറ്റ് ദ ഗിവൺ സെന്റൻസ് കറക്റ്റ്ലി. ഓക്കെ, അതായത് ഈ 4 ഓപ്ഷൻസിൽ നിന്ന് ഒരു വേർഡ് എടുത്ത് നമ്മളിവിടെ വെച്ച് കൊടുത്താലാണ് ഇത് കറക്റ്റ് മീനിങ് ഫുൾ സെന്റൻസ് ആവുള്ളൂ. അതാണ് അപ്പോൾ നമ്മുടെ ഫില്ല് ദ ബ്ലാങ്ക്സ്, നോർമൽ ഫില്ല് ദ ബ്ലാങ്ക്സ്. ഓക്കെ, അപ്പോൾ കറക്റ്റാണ്. ഈ ഏത് ഓപ്ഷനിലുള്ള ഏത് വേർഡ് ചേർത്താലാണ് ഈ സെന്റൻസ് മീനിങ് ഫുൾ ആവുക, അത് കണ്ടെത്താനാണ് ചോദിക്കുക. 15ാമത്തെ ചോദ്യം അതിനെ പറ്റിയാണ്. ഇനി 16ാമത്തെ ചോദ്യം. 16ാമത്തെ ചോദ്യം എന്താണ്, അതും സെയിം സാധനം, ഫില്ല് ദ ബ്ലാങ്ക്സ് ആണ്. ഓക്കെ, 17ാമത്തത് ഫില്ല് ദ ബ്ലാങ്ക്സ് ആണ്. ഇനി 18ാമത് ഫൈൻഡ് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ. പ്രിപ്പോസിഷൻ ഭാഗത്തുനിന്ന് വരുന്ന ചോദ്യമാണ്. 18ഉം 19ഉം 20ഉം ഒക്കെ പ്രിപ്പോസിഷൻ ഭാഗത്തുനിന്നുള്ള ചോദ്യമാണ്. ഓക്കെ, പിന്നെ ഇനി ഇതെന്താ പറയുന്നത്, 21ാമത് ചേഞ്ച് ദ സെന്റൻസ് ഇൻ ടു ഇൻട്രോഗേറ്റീവ് സെന്റൻസ്. ഈ സെന്റൻസിനെ ഒരു ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ വരുന്നത്. ഓക്കെ, 21ാമത്തെ ചോദ്യം വരുന്നത്. ഓക്കെ, ഇനി 22ാമത്തെ ചോദ്യം അത് തന്നെയാണ്. ഇനി നമുക്ക് 23ാമത്തെ ചോദ്യം എന്താ പറയുന്നത്, എ സെന്റൻസ് ഡിവൈഡ് ഇൻറ്റു 3 പാർട്സ്. ചൂസ് ദ ഇൻകറക്റ്റ് പാർട്ട്. ഒരു സെന്റൻസ് 3 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അത് ഓപ്ഷൻസ് ആയി കൊടുത്തിട്ടുണ്ട്. അതിലെ തെറ്റായിട്ടുള്ള പാർട്ട് ഏതാ കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അത് ഓപ്ഷൻ സി ആണ്. ഇവിടെ നോ, ഇനി ചില ഇതിൽ നോ എറർ ഉണ്ട്. ഇഫ് നോ എറർ ഈസ് ഇൻ ദ സെന്റൻസ് ചൂസ് ദ ഓപ്ഷൻ ഡി. ഇവിടെ ഈ സെന്റൻസ് മുറിച്ച് 3 ഓപ്ഷൻസ് ആയി കൊടുത്തിട്ടുണ്ട്, അതിൽ തെറ്റൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നോ എറർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ഹെഡ് കൃത്യമായിട്ട് വായിക്കാം. 24 ചോദ്യം ക്വസ്റ്റ്യനും അത് തന്നെയാണ്, 25ഉം അത് തന്നെയാണ്. ഓക്കെ, 26ാമത് റീഅറേഞ്ച് ദ പാർട്സ് ടു ഫോം
എ മീനിങ് ആൻഡ് കൊഹറൻറ്റ് സെൻറ്റൻസ് ആണ്. ഒരു സെൻറ്റൻസ് 4ആയിട്ട് മുറിച്ച് തന്നിട്ടുണ്ട്, അത് കൃത്യമായിട്ട് റീഅറേഞ്ച് ചെയ്ത് കറക്റ്റ് സെൻറ്റൻസ് ആക്കണം. അതാണ് ഈ ചോദ്യം വരുന്നത്. ഓക്കെ, 27ാമത്തെ ചോദ്യം അത് തന്നെയാണ്, 28ഉം അത് തന്നെയാണ്, 29ഉം അത് തന്നെ. ഇനി 30 പാസേജ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഒരു പാസേജ് തന്നിട്ടുണ്ടോ അത് വായിക്കണം, എന്നിട്ട് അത് ബേസ് ചെയ്തൊരു ചോദ്യം അടി തന്നിട്ടുണ്ട്, അത് നമ്മുടെ ആൻസർ. 31ാമത്തെ ചോദ്യം അത് തന്നെയാണ്, 32ഉം അത് തന്നെയാണ്, 33ഉം അത് തന്നെയാണ്. ഓക്കെ, 34 ചൂസ് ദ നിയറസ്റ്റ് വൺ വേർഡ് ഫ്രം ദ ഓൾട്ടർനേറ്റീവ്സ് ഗിവൺ ബിലോ ഫോർ. ഇത് ഇംഗ്ലീഷിലെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഭാഗത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 34ഉം 35ഉം ഒക്കെ അത് തന്നെയാണ്, 36ഉം അത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ 36 നമ്മുടെ എൻട്രൻസിൽ 36 ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത് ഇംഗ്ലീഷ് ഭാഗത്തുനിന്ന് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ 36 ചോദ്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും നമുക്ക്. ഓക്കെ, 3 ഇയറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ, അതിലെ കറക്റ്റ് സ്പെല്ലിംഗ് ഭാഗത്തുനിന്ന് 2 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, ആന്റണിംസിൽ നിന്ന് 3 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, ഇഡിയംസ് ആൻഡ് ഫ്രൈസസിൽ നിന്ന് 3 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, ഫില്ല് ദ ബ്ലാങ്ക്സിൽ നിന്ന് 3 ചോദ്യങ്ങൾ വന്നു. ഫില്ല് ദ ബ്ലാങ്ക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വേർഡ് എടുത്ത് നമ്മൾ ഫില്ല് ചെയ്യണം, ആ സെന്റൻസ് കറക്റ്റ് മീനിങ് ആവുന്ന വാക്ക് കണ്ടെത്തി ഫില്ല് ചെയ്യണം. 3 ചോദ്യങ്ങൾ. പ്രിപ്പോസിഷനിൽ നിന്ന് 3 ചോദ്യങ്ങൾ വന്നു. ഒരു സെന്റൻസ് ആണ് അത് ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആക്കാൻ അതിൽ നിന്ന് 2 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഒരു സെന്റൻസ് മുറിച്ച് 3 ആക്കി തന്നിട്ട് അതിലെ കറക്റ്റ് സെന്റൻസ് കറക്റ്റ് ഭാഗം ഏതാണെന്ന് കണ്ടെത്താനുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, അങ്ങനത്തെ ചോദ്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ സിനോണിംസിൽ നിന്ന് 3 ചോദ്യങ്ങളുണ്ട്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനിൽ നിന്ന് 3 ചോദ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരു സെന്റൻസ് മുറിച്ച് 4ആയി തന്നിട്ട് അതിനെന്ത് ചെയ്യുക, കറക്റ്റ് റീഅറേഞ്ച് ചെയ്യുക, സീക്വൻസ് ആയിട്ട് റീഅറേഞ്ച് ചെയ്യുക, അതിൽ 4 ചോദ്യങ്ങളുണ്ട്. പാസേജ് ക്വസ്റ്റ്യൻ 4ഓളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ചേഞ്ച്, ഒരു ക്വസ്റ്റിനെ ഇൻഡയറക്റ്റ് സ്പീച്ച് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ അതിൽ നിന്ന് 2 ചോദ്യങ്ങളുണ്ട്. പിന്നെ ഒരു സെന്റൻസിനെ ഡയറക്റ്റ് സ്പീച്ച് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ അതിൽ നിന്ന് 1 ചോദ്യമുണ്ട്. ബേസിക് ഗ്രാമറിൽ നിന്ന് ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇംഗ്ലീഷ് ഭാഗത്തു നിന്നുള്ള 36 ചോദ്യങ്ങളാണ് ഇംഗ്ലീഷ്. ഇനി നമുക്ക് GK ആൻഡ് കറണ്ട് അഫയേഴ്സ് നോക്കാം. GK ആൻഡ് കറണ്ട് അഫയേഴ്സിൽ നിന്ന് 26 ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പോൾ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് നമുക്ക് നോക്കാം. നമുക്ക് ഹൂ ഈസ് ദ ഫസ്റ്റ് സ്പോർട്സ് പേഴ്സൺ ഹൂ ഹാസ് റിസീവ്ഡ് ഭാരത് രത്ന. ഓക്കെ, ഹൂ വാസ് ദ ഫസ്റ്റ്, അതിൽ സ്പോർട്സ് നമ്മുടെ അവാർഡ്സ് ഭാഗത്തുനിന്ന് വരുന്ന ഒരു ചോദ്യം. അവാർഡ്സ് പഠിക്കുമ്പോൾ ഇന്റർനാഷണൽ ലെവലിൽ പഠിക്കണം, നാഷണൽ ലെവലിൽ പഠിക്കണം, സ്റ്റേറ്റ് ലെവൽ. ഭാരത് രത്ന എന്ന് പറയുന്നത് ഒരു സിവിലിയന് കിട്ടാൻ പറ്റിയ ഏറ്റവും വലിയ അവാർഡാണ് ഭാരത് രത്ന. ഓക്കെ, അപ്പോൾ അവാർഡ്സ് ഭാഗത്തുനിന്ന് വരുന്ന ഒരു ചോദ്യമാണ്. പിന്നെ ഹൂ വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ പൈലറ്റ്, ഇതും GK ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യമാണ്. ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് UAE ഇന്റർനാഷണൽ GK എന്ന് വരുന്ന ഭാഗമാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് അസോസിയേറ്റഡ് വിത്ത് MS സ്വാമി, ഇത് ജനറൽ സയൻസ് ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യമാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് യൂണിയൻ ടെറിട്ടറി ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ്സ്, യൂണിയൻ ടെറിട്ടറീസ്, അതിന്റെ ക്യാപിറ്റൽസ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫാക്ട്, അതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ. റിവർ ഗോദാവരി ഡസ് നോട്ട് ഡ്രെയിൻ, റിവേഴ്സ്, ലേക്സ്, ഡാംസ്, അതുപോലെ വാട്ടർഫോൾസ്, ഈ ഭാഗത്തുനിന്ന് ചോദ്യം. ഇപ്പോൾ ഈ ഡാം ഏത് റിവറിന് കുറുകയാണ്, ഓക്കെ, അത് അറിഞ്ഞിരിക്കണം. പിന്നെ റിവേഴ്സായി ബന്ധപ്പെട്ടുള്ള മറ്റു ഫാക്ടർ, റിവേഴ്സ് നിങ്ങൾ പഠിക്കുമ്പോൾ ഇന്ത്യയിലെ റിവേഴ്സ് കൂടുതൽ ഫോക്കസ് ചെയ്യുക, ഒപ്പം ഇന്റർനാഷണൽ ലെവലിലെ റിവേഴ്സും നിങ്ങൾ നോക്കി. പിന്നെ വാട്ടർഫോൾസ്, ഈ വാട്ടർഫോൾസിന്റെ നിക് നെയിംസ്, അത് എവിടെയാണ്, ലേക്സ്, അത് എവിടെ ലാർജസ്റ്റ് ലേക്ക്, അങ്ങനത്തെ കാര്യങ്ങൾ, അങ്ങനെ ബന്ധപ്പെട്ടുള്ള ലേക്സ്, റിവേഴ്സ്, അതുമായി ബന്ധപ്പെട്ടുള്ള ഫാക്ടുകളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ തെലങ്കാന സ്റ്റേറ്റ്, ഞാൻ പറഞ്ഞില്ലേ സ്റ്റേറ്റ്, അതും അതിൻ്റെ ക്യാപിറ്റൽസ്, അതുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേറ്റ് ഫോർമേഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ചോദിക്കുന്നത്. പിന്നെ അതൊരു എന്താ പറയുക, ഇതും ഒരു സ്റ്റേറ്റിൻ്റെ ബന്ധപ്പെട്ടുള്ള ഫാക്റ്റാണ്. ഓക്കെ, GK ഭാഗത്ത് നിന്ന് വരുന്ന മറ്റൊരു ചോദ്യം. ഓക്കെ, പിന്നെ ഇതും ഇന്റർനാഷണൽ GK ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യമാണ്. LOC, ഓക്കെ, ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ഫാക്ട്. പിന്നെ അവാർഡ്സിൽ നിന്ന് വരുന്ന ചോദ്യമാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് UN, യുണൈറ്റഡ് നേഷൻസിൽ നിന്ന് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദ്യമുണ്ട്. UN മാത്രമല്ല, UN മറ്റു ഇന്റർനാഷണൽ ബോഡീസിൻ്റെ ആംനസ്റ്റി ഉണ്ട്, ബ്രിക്സ് ഉണ്ട്, മറ്റേ ആസിയാൻ ഉണ്ട്, നേറ്റോ ഉണ്ട്, അതുപോലത്തെ മറ്റ് ഇന്റർനാഷണൽ ബോഡീസ്, വേൾഡ് ലെവലിലുള്ള ഇന്റർനാഷണൽ ബോഡീസ്, അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്, അങ്ങനത്തെ അതുമായി ബന്ധപ്പെട്ടുള്ള അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് UN ഈ സ്ഥിരം ചോദ്യങ്ങൾ തന്നെ. അപ്പോൾ UN കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അതുപോലെ തന്നെ UNന്റെ ജുഡീഷ്യൽ ഓർഗൻ, നമ്മൾ എഴുതുന്ന ലോ എൻട്രൻസ് ആണ്. UNന്റെ ജുഡീഷ്യൽ ഓർഗൻ ICJ, കണ്ടോ, ICJ എന്ന് ചോദ്യങ്ങൾ വന്നിട്ട്. അപ്പോൾ UN പഠിക്കുമ്പോൾ ഒരു എക്സ്ട്രാ സ്ട്രെസ് കൊടുത്ത ICJ, കാരണം UNന്റെ ജുഡീഷ്യൽ ഓർഗൻ ആണ് ICJ. അപ്പോൾ അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ യുനെസ്കോ, ഞാൻ പറഞ്ഞില്ല UN നിന്ന് തന്നെ ഇപ്പം തന്നെ 3 ചോദ്യങ്ങൾ. UN നിങ്ങൾ എന്തായാലും പഠിച്ചു വയ്ക്കുക. പിന്നെ ഇത് നമ്മുടെ ഏതാ വരുന്നത്, ഈ ഭാഗം എന്ന് പറയുന്നത്, ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ സോളാർ സിസ്റ്റം നിങ്ങൾ കൃത്യമായി പഠിക്കണം. ഓക്കെ, സാറ്റലൈറ്റ്സ്, അതുമായി ബന്ധപ്പെട്ടുള്ള ഫാക്റ്റുകൾ, മെയിനായിട്ട് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഏതൊരു സാറ്റലൈറ്റുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ
നാസയായിട്ട് ബന്ധപ്പെട്ടുള്ള ഫാക്ട്, ISRO ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഫാക്ട്. ഓക്കെ, പിന്നെ നമ്മുടെ പ്ലാനറ്റ്സ്, അതിന് നിക് നെയിംസ്. പ്ലാനറ്റ്സ് നിക് നെയിംസ് എന്ന ഭാഗത്തു നിന്ന് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയ. ഓക്കെ, അപ്പോൾ GK എന്ന് പറയുന്നത് ഭയങ്കര വാസ്റ്റാണ്. ഓക്കെ, ഇപ്പോൾ GK 25 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, ആ 25 ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് ആൻസർ ചെയ്യാന്ന് പറയുന്നത് എളുപ്പമായിട്ടുള്ള കാര്യമല്ല, ഇല്ലേ? ഇറ്റ്സ് നോട്ട് പോസിബിൾ. ബട്ട് നമുക്ക് മാക്സിമം പഠിക്കാൻ നമുക്ക്, ഇല്ലേ? മാക്സിമം പഠിക്കും. ചില കാര്യങ്ങളിൽ നിന്ന് ചില ഭാഗത്ത് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ. അപ്പോൾ പ്ലാനറ്റ്സ് ആൻഡ് നിക് നെയിംസ് നിങ്ങൾ നോക്കുക. ഇതും സോളാർ സിസ്റ്റത്തിൽ നിന്ന് വരുന്ന ചോദ്യമാണ്. ഓക്കെ, ഇതും നമ്മുടെ ജനറൽ സയൻസ് ഭാഗത്തു നിന്നൊരു ചോദ്യമാണ്. കണ്ട, പിന്നെയും ഇതേ സോളാർ സിസ്റ്റം ISRO ആയി ബന്ധപ്പെട്ടുള്ള ഫാക്ട് വന്നിട്ടുണ്ട്. ISRO ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഫാക്ട്. ഓക്കെ, ഒക്കെയാണ്. പിന്നെ അതെ നമ്മുടെ ക്ലാറ്റിന്റെ ഫുൾ ഫോമാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇതും നമ്മുടെ ജനറൽ സയൻസ്, ഓക്കെ, കെമിസ്ട്രി ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യമാണ്. ഓക്കെ, ഇന്റർനാഷണൽ GK ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യമാണ്. ഓക്കെ, പിന്നെ ബുക്സ് ആൻഡ് ദെയർ ഓതേഴ്സ്. ആ ഫേമസ് ബുക്സ്, അത് നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും പഠിക്കണം. ഫേമസ് ബുക്സ്, അതിൻ്റെ ഓതേഴ്സ്, അതിൽ നിന്നുള്ള ചോദ്യമാണിത്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു സ്റ്റേറ്റ്സ്, ക്യാപിറ്റൽസ്. സ്റ്റേറ്റ്സ് മാത്രമല്ല, യൂണിയൻ ടെറിട്ടറീസ്, ക്യാപിറ്റൽസ്, അതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റിന്റെ ആയിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ് ഫോർമേഷനെ പറ്റി ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ GK ഭാഗത്തുനിന്ന് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ GK ഭാഗത്തുനിന്ന് അത്യാവശ്യം എല്ലാ ഭാഗത്തും ചോദ്യങ്ങൾ വരുന്നുണ്ട്. GK എന്ന് പറഞ്ഞാൽ വളരെ വാസ്റ്റായിട്ട് വരും. UN ചോദ്യങ്ങൾ വരുന്നുണ്ട്. സ്റ്റേറ്റ്സ്, യൂണിയൻ ടെറിട്ടറീസ്, അതിൻ്റെ ക്യാപിറ്റൽസ്, അതിൻ്റെ അസസറി ഫാക്ട്സ്, ലേക്സ്, റിവേഴ്സ്, ഡാംസ്, വാട്ടർഫോൾസ്, അതിനുമായി ബന്ധ ചോദ്യം. പിന്നെ അവാർഡ്സ് ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ, ബുക്സ്, അതിൻ്റെ ഓതേഴ്സ്. ഓക്കെ, അപ്പം നിങ്ങൾ മാക്സിമം GK എന്നൊക്കെ പറയുന്നത് ഡെയിലി ബേസിസിൽ പഠിക്കും. പിന്നെ കറണ്ട് അഫയേഴ്സും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഡെയിലി പത്രം വായിക്കുക. അത് ഒരു ഇംഗ്ലീഷ് പത്രം വായിക്കാൻ അത്രയും നല്ലത്. ഇനി പത്രം ഇല്ലാത്തവർ ഒരുപാട് ഓൺലൈൻ സോഴ്സുകളുണ്ട്. യൂട്യൂബ് ചാനൽസ്, ഒരുപാട് ചാനൽസ് ഉണ്ട്. നമ്മളിതുപോലെ കറണ്ട് അഫയേഴ്സ് വീഡിയോസ് ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഫോളോ ഒരു നോട്ട്ബുക്ക് എടുത്ത് കൃത്യമായിട്ട് കറണ്ട് അഫയേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് പഠിക്കുക. മലയാളത്തിലുള്ള ഇംഗ്ലീഷിൽ ചെയ്ത് പഠിക്കുക. കാരണം ഇംഗ്ലീഷ് ടേംസിനോട് നമ്മൾ പരിചയിക്കണം. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം ഇംഗ്ലീഷിലാണ്. ഓക്കെ, ഇനി നമുക്ക് മാത്സ് നോക്കാം. നമുക്ക് മാത്സിൽ നിന്ന് എത്ര 15 ചോദ്യങ്ങളാണ് മാത്സിൽ നിന്ന് വരുന്നത്. The product of 3 consecutive positive integers 2, 1, 8. Find the sum of the 3 positive integers. ബേസിക് മാത്സിൽ നിന്ന് വരുന്ന പ്രോബ്ലം ആണ്. ഓക്കെ, അടുത്തതും ബേസിക് മാത്സിൽ നിന്ന് വരുന്ന ഒരു പ്രോബ്ലം ആണ്. പിന്നെ പ്രോഫിറ്റ്, അടുത്ത ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഭാഗത്തു നിന്ന് വരുന്നത്. പിന്നെ സീക്വൻസിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ബേസിക് മാത്സിൽ നിന്ന് വരുന്ന പ്രോബ്ലം ആണ്. പിന്നെ അതേ ആവറേജ് ഭാഗത്തു നിന്ന് പ്രോബ്ലം വരുന്നുണ്ട്. ഓക്കെ, ടൈം ആൻഡ് വർക്കിൽ നിന്ന് പ്രോബ്ലം വരുന്നുണ്ട്. ഓക്കെ, പിന്നെ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഫ്രാക്ഷനിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ടൈം ആൻഡ് വർക്കിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ഭാഗത്ത് ചോദ്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഡയറക്ഷൻ പ്രോബ്ലംസ് വരുന്നുണ്ട്. ഇതും കോഡിംഗ് പ്രോബ്ലംസ്. പിന്നെ സെന്റൻസ് അനലൈസ്, അങ്ങനത്തെ പ്രോബ്ലംസ് വരുന്നുണ്ട്. അപ്പോൾ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് 15 ചോദ്യങ്ങളാണുള്ളത്. അതിപ്പോൾ പല ഭാഗത്തുനിന്നും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, ഇല്ലേ? സ്ഥിരമായിട്ട് ഇന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ ഫ്രാക്ഷനും ചോദ്യങ്ങൾ വരുന്നുണ്ട്. റേഷ്യോ പ്രൊപ്പോർഷൻ, ആവറേജ്, ടൈം ആൻഡ് വർക്കിന് പ്രോബ്ലം വരുന്നുണ്ട്. ഡയറക്ഷൻ പ്രോബ്ലംസ് ചോദിക്കുന്നുണ്ട്. ബേസിക് മാത്തമാറ്റിക്സ് പ്രോബ്ലംസ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ നമ്മൾ എങ്ങനെയാണ് അത് കൗണ്ടർ ചെയ്യേണ്ടത്, മാത്സിന് ഇമ്പോർട്ടൻസ് എന്താ, ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡിന് ഇമ്പോർട്ടൻസ്, അതിനെ പറ്റിയൊക്കെ നമ്മൾ വീഡിയോസ് വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഈ സീരീസ് തുടങ്ങിയിട്ടുള്ളൂ. നമുക്ക് ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് നോക്കാം. ഈ എക്സാമിന്റെ ഈ ലോ എൻട്രൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ലീഗൽ ആപ്റ്റിറ്റ്യൂഡ്. 42 ക്വസ്റ്റ്യൻസ്, നിയർലി 126 മാർക്സ്. 126 മാർക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ ലീഗൽ ആപ്റ്റിറ്റ്യൂഡ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ടതും ഏറ്റവും കൂടുതൽ ടൈം കൊടുത്ത് പഠിക്കേണ്ടതും ഈ ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ഭാഗത്ത്. ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ക്ലിയർ ആക്കിയ 126 മാർക്ക് ഉണ്ട്. 126 മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോക്കത്. ഈ 126 കിട്ടിയില്ലെങ്കിൽ ഒരു 110 അല്ലെങ്കിൽ 100-110 മാർക്ക് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ സ്കോർ ചെയ്യാം. നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാം. ഓക്കെ, ഈ ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ഭാഗത്തും. ഓക്കെ, അപ്പോൾ ലീഗൽ സബ്ജക്ട്സിനെ പറ്റി ഏതൊക്കെ ലീഗൽ സബ്ജക്ട്സ് നോക്കണം, എങ്ങനെ നോക്കണം എന്നുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ വീഡിയോസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 79ാം ചോദ്യം ഫണ്ടമെന്റൽ റൈറ്റ്സ് കണ്ടെയ്നർ കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്തും വരുന്ന ചോദ്യമാണ്. ഓക്കെ, അടുത്തതും ഒരു ലീഗൽ GK ഭാഗത്തും വരുന്ന ചോദ്യമാണ്. അലിമണി, അതൊരു ലീഗൽ ടേംസിൽ നിന്ന് ചോദ്യങ്ങൾ വരാറ്. അതിൽ നിന്ന് വരുന്ന അടുത്തതും ലീഗൽ ടേംസിൽ നിന്ന് വരുന്ന ചോദ്യമാണ്. ഓക്കെ, പിന്നെ അടുത്തത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് ഫ്രെയിംഡ് ബൈ. ഇതും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ലോ ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യമാണ്. വേർഡ് സോഷ്യലിസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യമാണ്. അടുത്തതും കോൺസ്റ്റിറ്റ്യൂഷൻ പിന്നെയും കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്ത് നിന്ന് ചോദ്യം വരുന്നുണ്ട്. അടുത്തതും എന്ത് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്ത് നിന്ന് വരുന്ന ലീഗൽ GK ഭാഗത്ത് നിന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്തിട്ടുള്ള ലീഗൽ GK എന്ന് വരുന്ന ചോദ്യമാണ്. അടുത്തതും കോൺസ്റ്റിറ്റ്യൂഷൻ അടുത്തത് അലിബി റെഫേഴ്സ് ടു, അതൊരു ലീഗൽ ടേംസ് ഭാഗത്തുനിന്ന് വരുന്ന ചോദ്യമാണ്. ഓക്കെ,
ബിക്വസ്റ്റ് അതും ലീഗൽ ടേംസ് ഭാഗത്ത് നിന്ന് ചോദ്യമാണ്. അടുത്തതും കോൺസ്റ്റിറ്റ്യൂഷൻ. പിന്നെ പ്രിസൈഡിംഗ് ഓഫീസർ ഓഫ് ഇന്ത്യൻ ലോക്സഭ അതും ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്ത് നിന്ന് ചോദ്യം. അടുത്തതും കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അടുത്തത് ലീഗൽ ജി കെ, ദി ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള ഹൈക്കോർട്ട്, ലീഗൽ ജി കെ ഭാഗത്ത് നിന്ന് ചോദ്യം. അടുത്തതും ലീഗൽ ജി കെ ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യമാണ്. അടുത്തത് ഇതും കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യമാണ്. ലോക അദാലത്ത് ലീഗൽ ജി കെ ഭാഗത്ത് നിന്ന് ഒരു ചോദ്യമാണ്. സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ ഇതും ലീഗൽ ജി കെ ഭാഗത്ത് നിന്ന് ഒരു ഭാഗമാണ്. ലീഗൽ ജി കെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഇതിൻ്റെ ഇത് വരുന്നത്. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ, ഓക്കെ, അതും ലീഗൽ ജി കെ അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്ത് ലീഗൽ ജി കെ. നൽസയുടെ ഫുൾ ഫോം ലീഗൽ ജി കെ ഭാഗത്ത് വരുന്ന ചോദ്യങ്ങൾ. ഓക്കെ, അത് നൽസയെ ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി. പിന്നെ സ്റ്റേറ്റ്മെന്റ് അതിന്റെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നുള്ള കണ്ടെങ്കിൽ അതും കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗം ബേസ് ചെയ്തൊരു ചോദ്യം. അടുത്തതും കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗം ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. പിന്നെയും കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗം ബേസ് ചെയ്തൊരു ചോദ്യമാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ബോണാഫൈഡെ മീൻസ് ലീഗൽ ടേംസ് നിന്ന് ഒരു ചോദ്യമാണ്. ഓക്കെ, ബുക്ക് വാല്യൂ അതും ലീഗൽ ടേംസ് ആണ്. ലീഗൽ ടേംസ് ഭാഗത്ത് നിന്ന് അടുത്തത് 114ാമത്തെ ചോദ്യം എന്ത് കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്ത് നിന്ന് ഒരു ചോദ്യമാണ്. അടുത്തതും കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്ത് നിന്ന് ഒരു ചോദ്യമാണ്. ലീഗൽ ടേം ഭാഗത്ത് നിന്ന് ഒരു ചോദ്യമാണ്. നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ, ഓക്കെ, എൻവയോൺമെന്റൽ ലോ എന്ന് വരുന്ന ചോദ്യമാണ്. ഓക്കെ, അടുത്തത് ലീഗൽ ടേമിൽ നിന്ന് വരുന്നതാണ്. അടുത്തതും ലീഗൽ 110ാമത്തെ ക്വസ്റ്റ്യൻ ലീഗൽ ടേമാണ്. 120ാമത്തെ ക്വസ്റ്റ്യനും എന്ത് ചെയ്യുന്ന ലീഗൽ ടേം. അപ്പോൾ 5 ഇയറിന്റെ LLB എൻട്രൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ള പോലെ തന്നെ 5 ഇയറിൽ ഏകദേശം 22 ചോദ്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ. അതേ സെയിം ട്രെൻഡ് തന്നെയാണ് 3 ഇയർ LLB എൻട്രൻസ്. ഏകദേശം 20 to 21 ക്വസ്റ്റ്യൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്തു നിന്ന് മാത്രം വെച്ചിട്ട്. അപ്പൊ കഴിഞ്ഞ വർഷം 3 ഇയർ LLB എൻട്രൻസ് എഴുതിയവര്, കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചവര് മിക്കവരും ഇപ്പൊ ലോ കോളേജിൽ ഇരിക്കുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ വൃത്തിക്ക് പഠിച്ചവര് ഇപ്പൊ മിക്കവരും ഒരു ഗവൺമെന്റ് ലോ കോളേജിൽ. കാരണം 60ഓളം മാർക്ക്, 126 മാർക്കിൽ 60 മാർക്ക് മാത്രം കോൺസ്റ്റിറ്റ്യൂഷനിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ സാർ ഇതേ ട്രെൻഡ് തന്നെ ഈ ഇയറിൽ തുടരുമോ? അത് നമുക്ക് ഉറപ്പില്ല. ഓക്കെ, മേ ബി ഓർ മേ നോട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾ കഴിഞ്ഞ വർഷം കോൺസ്റ്റിറ്റ്യൂഷൻ ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, പകുതിയോളം കോൺസ്റ്റിറ്റ്യൂഷൻ, അപ്പൊ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമേ പഠിക്കും, അങ്ങനത്തെ മുൻവിധി ഒന്നും വേണ്ട. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു പ്രൈമറി ലോ സബ്ജക്റ്റാണ്. ഓക്കെ, അത് എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ വൃത്തിക്ക് പഠിക്കാം, ബാക്കിയുള്ള പ്രൈമറി ലോ സബ്ജക്റ്റുകൾ കൃത്യമായിട്ട് പഠിച്ചു. ഏത് സബ്ജക്റ്റാണ് പഠിക്കണേ നോക്കാം, നിങ്ങൾക്ക് ഗൈഡൻസ് ഞാൻ തരാം. ഓക്കെ, അപ്പോൾ ഈ വർഷം നമ്മൾ ഈ പേപ്പർ അനലൈസ് ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്തു നിന്ന് ഏകദേശം 20 ചോദ്യങ്ങൾ ചോദിച്ചു. 3 ഇയറിൽ മൊത്തം 60-63 മാർക്ക്. പിന്നെ ലീഗൽ ജി കെ ഭാഗത്തു നിന്ന് ഏകദേശം 5ഓളം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ലീഗൽ ജി കെ. പിന്നെ ലീഗൽ ടേംസ് ഭാഗത്തു നിന്ന് 13 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ലീഗൽ മാക്സിംസിൽ നിന്നും ചോദ്യങ്ങൾ ചോദിച്ചു. ലീഗൽ ടേംസ് ഏകദേശം 13, അത് ഏകദേശം 36 മാർക്കിനുള്ള കാര്യം, 39-40 മാർക്കിനുള്ളത് ലീഗൽ ടേംസിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം ലീഗൽ ടേംസ് ഒക്കെ പഠിച്ചവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വലിയ ബോണസ്. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ലോ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ മറ്റൊരു ഒബ്സർവേഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ എൻട്രൻസ് നടക്കണതിൻ്റെ 1 മാസം മുന്നെയാണ് പുതിയ നിയമം വന്നത്. ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, അതുപോലെ ഭാരതീയ സാക്ഷി അധ്യയനം. അപ്പോൾ എല്ലാവരുടെയും ഒരു എന്താ പറയുക എൻട്രൻസ് കോച്ചിങ് സെന്ററിലൊക്കെ പറയുകയുണ്ടായി. ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ എൻ്റെ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒട്ടുമിക്ക സ്ഥലത്തും പറഞ്ഞു പുതിയ നിയമങ്ങൾ പഠിച്ചാൽ മതി, അല്ലെങ്കിൽ പുതിയ നിയമങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്തെങ്കിലും ചോദ്യങ്ങൾ വരും. ഈ പേപ്പർ നമുക്ക് നോക്കിയാൽ പറ്റും, ഒരു ചോദ്യം പോലും ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത BNS അതുപോലെ തന്നെ ഭാരതീയ സാക്ഷി അധ്യയനം ഒരു ചോദ്യങ്ങൾ പോലും ചോദിച്ചിട്ട്, ഒറ്റ ചോദ്യം പോലും ചോദിച്ചിട്ട്, IPC പോലും ചോദ്യങ്ങൾ വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ IPCയും ക്രിമിനൽ ലോയും കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും, കഴിഞ്ഞ വർഷം ഇഗ്നോർ ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ ലെറ്റ്സ് എക്സ്പെക്ട് ഈ വർഷം കുറച്ചുകൂടി ക്രിമിനൽ ലോസ്, IPCയും അതുപോലെ തന്നെ നമ്മുടെ CRPC പുതിയ BNSS എന്നൊക്കെ ചോദ്യങ്ങൾ വരുമെന്നുള്ള കാര്യം നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അതുപോലെ തന്നെ കോൺട്രാക്റ്റിൽ നിന്നൊന്നും 0 ക്വസ്റ്റ്യൻസ്, ഒരു തരത്തിലുള്ള കോൺട്രാക്റ്റിൽ ഒരു ചോദ്യം പോലും, വല്ല ഇൻഡയറക്റ്റ് റിലേറ്റഡ് ചോദ്യങ്ങളുണ്ട്, ഡയറക്റ്റ് ആയിട്ടുള്ള കോൺട്രാക്റ്റിന് ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. ടോർട്ടിൽ നിന്ന് യാതൊരുവിധ ചോദ്യങ്ങളും ചോദിച്ചില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ നല്ലോണം ഫോക്കസ് ചെയ്യുന്നുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ലോയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ലോ അല്ല, നമ്മുടെ ലീഗൽ ടേംസ് നല്ലോണം ഫോക്കസ് ചെയ്യുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്ന് ഒരു ചോദ്യമുണ്ട്, എൻവയോൺമെന്റൽ ലോ എന്ന് ഒരു ചോദ്യമുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ലീഗൽ മാക്സിംസിൽ നിന്ന് അതുപോലെ തന്നെ ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ വർഷത്തെ പേപ്പർ കഴിഞ്ഞ വർഷത്തെ പേപ്പർ അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ എന്തെങ്കിലും ടെലഗ്രാം ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം, എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർ അവർക്ക് നോക്കാം നമുക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കണം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുക നമുക്ക് മനസ്സിലാവുള്ളൂ ഏതൊക്കെ ഭാഗങ്ങൾ ഫോക്കസ് ചെയ്യണം, എങ്ങനെ പഠിക്കണം, എങ്ങനെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്, ഓരോ ഭാഗത്ത് എന്തൊക്കെ തരം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ സിലബസ് അറിയുന്നതിനൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്
പ്രീവിയസ് ഇയർ പേപ്പർ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ പേപ്പർ അനലൈസ് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ സ്റ്റഡീസ് സ്ട്രാറ്റജൈസ് ചെയ്യാൻ വേണ്ടി. ഇനി നിങ്ങൾക്ക് ഡൗട്ട് വരും, ഇതേ പാറ്റേൺ പോലെ ഇത്തവണ ചോദിക്കണോ, കോൺസ്റ്റിറ്റ്യൂഷൻ ഇത്തവണ കൂടുതൽ അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ ഓരോ വർഷം ഇതുപോലെ. അപ്പം നമ്മളെന്ന് വെച്ചാൽ കൃത്യമായിട്ട് എല്ലാ സബ്ജക്റ്റുകളും എല്ലാ ലോ സബ്ജക്റ്റുകളും കാര്യമായിട്ട് പഠിക്കുക. അത് എല്ലാ ലോ സബ്ജക്റ്റും പഠിക്കുക എന്നുള്ള കാര്യം പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യം. ബട്ട് സം സബ്ജക്ട്സ് ഹാവ് ഗ്രേറ്റർ ഇമ്പോർട്ടൻസ്. ആ സം സബ്ജക്ട്സ് എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ ഫോക്കസ് ചെയ്തു പോകുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് ഈ ഒരു വീഡിയോയിൽ കൺവേ ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ സപ്പോർട്ടാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മളിങ്ങനെ ഒരു സീരീസ് തുടങ്ങാനുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്, സാമ്പത്തികമായി ബുദ്ധിമുട്ട ഒരുപാട് കുട്ടികളുണ്ട്, വലിയ ഫീസൊക്കെ കൊടുത്ത് കോച്ചിങ്ങിന് പോകാൻ പറ്റാത്ത കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി, അവരെ ഗൈഡ് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു സീരീസാണ് നമ്മൾ തുടങ്ങി. ഞാൻ പറഞ്ഞൊരു നമ്മുടെ പണമില്ലാത്തതിൻ്റെ സാമ്പത്തികം ഒരിക്കലും നമ്മുടെ പഠനത്തിലൊരു പ്രതിബന്ധം ആവരുത്. LLB ഒരു സ്വപ്നമായിട്ട് നടക്കുന്നവർക്ക് എല്ലാവർക്കും ഈ ചാനലിലെ കണ്ടൻസ് ഹെൽപ്ഫുൾ ആവും വിചാരിക്കുന്നു. അപ്പോൾ കണ്ടൻസ് ഹെൽപ്ഫുൾ ആയി ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക.